ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആയിരുന്നു. തിങ്കളാഴ്ച നമുക്ക് വലിയ ട്രേഡറൊന്നും കിട്ടിയിട്ടില്ല. ഇന്നലെ ആണെങ്കിലും ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ബിസി ആയി പോയി, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാത്തത്. ഇപ്പം ഇന്നത്തെ കാര്യം പറയാം. 1 ഡേ ടൈം ഫ്രെയിമിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈനാണ് ഇത് കൂടെ പോകുന്നത്. അതിൻ്റെ മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ആയത്. അതിനുശേഷം നല്ലൊരു പുഷ് മോളിക്കുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് വേറൊരു ട്രെൻഡ് ലൈൻ കൂടി അവിടെ പോകുന്നുണ്ട്. പോരാത്തതിന് ഡേ ഹൈയും ഉണ്ട്. ഈ രണ്ട് സെറ്റപ്പും അവിടെ നിന്നൊരു സെല്ലിങ് പ്രഷറാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. അതൊരു ടെക്നിക്കൽ ടേംസൊക്കെയാണ്. എന്നാൽ ഓൾറെഡി ട്രംപിൻ്റെ കുറച്ച് പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്രയും അത്യാവശ്യം നല്ലൊരു ഫോള് പിന്നെ ഉണ്ടായത്. ഇവിടെ നിന്ന് സെയിം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഫോള് കിട്ടി. നല്ലൊരു ഫോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോളിൽ 50 പോയിന്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൺസോൾട്ടേഷനാണ്. ടോട്ടൽ ഇത്രയാണ് ഇതിൽ പറയാനുള്ളൂ. ഇപ്പോൾ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ കോഴ്സിലും കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് ഒരു എൻട്രി പ്രൈസ് കിട്ടുക, അതിൻ്റെ മുകളിൽ കണ്ടീഷൻ ആക്ടിവേറ്റ് ആവുക, ട്രേഡ് എടുക്കുക. ഇതാണ് കോഴ്സ്. അതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യണത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരച്ച് പഠിക്കാം. മനസ്സിലായാൽ ഇപ്പോൾ വരച്ച് പഠിക്കാൻ അറിയില്ല എന്നൊരു എക്സ്ക്യൂസിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏരിയകളും കറക്റ്റായിട്ട് കണക്റ്റായി വരച്ച് പഠിക്കുക. അവിടെ റിജക്ഷൻസ്, ബ്രേക്ക് ഔട്ടുകൾ, ഇപ്പോൾ സെല്ലേഴ്സ് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ബയേഴ്സ് കയറുക, അങ്ങനെ സിനാരിയോസ്, റീ എൻട്രികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഇത് നോക്കിയിട്ടൊരു എൻട്രി എന്നുള്ളതല്ല, ഇത് നോക്കിയിട്ട് എൻട്രി എടുക്കാൻ പറ്റും. അത് കുറച്ച് കൺഫർമേഷൻസ് ആറ് നോക്കുക. മനസ്സിലായില്ലേ? എന്നാണെങ്കിൽ അത് ഇതിനോട് ഈ സെറ്റ് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ ട്രേഡായിരുന്നു. സൈഡാണ്. രാവിലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് ട്രേഡ് കിട്ടിയാണത്. അതായത് 10:11 ട്രേഡ് കിട്ടിയാണത്. അപ്പോൾ അത്ര നേരം നോക്കിയിരുന്നിട്ടാണ് ഈ ട്രേഡ് കിട്ടിയാണത്. ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും കിട്ടിയ ട്രേഡാണ്. 30 പോയിന്റ് പോയിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെൻസസിലും ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അതൊരു 70-80 പോയിന്റ് പോയിട്ടുണ്ട്. സെൻസസ് കാണിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിൽ ഡെയിലിയാണ് ചാർട്ട്. അപ്പോൾ സെൻസസിൻ്റെ എൻട്രീസ് വരുന്നത് ഞാൻ എൻ്റെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരുന്നില്ല. സെൻസസിൽ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അത് 70 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ട്രേഡ് എടുത്ത് ചിലപ്പോൾ ട്രാപ്പായി ഉണ്ടാവാം. റീ എൻട്രി തന്നെയാണ്. 11:48 ഞാൻ ബേസിക്കലി ഇപ്പോൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ 11 മണി ടു 12 മണി ട്രേഡ് എടുക്കാറില്ല. കുറേ നോക്കിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടൈമിൽ ഇത്തിരി ട്രാപ്പുകളാണ് കാരണം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രേഡൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് ഒഴിവാകും. ഇനിയിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ 10 പോയിന്റ് എസ്സിൽ പോകത്തുള്ള കാര്യം. പിന്നെ നമുക്ക് അവിടെ അങ്ങനത്തെ ഒരു ബ്രേക്ക് അവിടെ നിന്ന് നമ്മൾ കണ്ടുവല്ലോ. അപ്പോൾ തന്നെ കിട്ടിയൊരു ട്രേഡാണ് പി എൻട്രി. പിയിൽ 10 പോയിന്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ലോങ് ആണ് വെയിറ്റിങ്. ഇവിടെ ട്രേഡ് ആക്ടിവേഷനാണ് 10:50 10 പോയിന്റ് ഹിറ്റ് ആവണത് 11:59 12 മണി. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ ടൈം എടുത്തിട്ടാണ് 10 പോയിന്റ് കയറിയത്. ഈ ട്രേഡ് കണ്ടിന്യൂ ആയിട്ട് പോകും കേട്ടോ. പക്ഷെ അത്ര നേരം നിങ്ങൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായി? അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ 10 പോയിന്റ് അവിടെ കിട്ടണുള്ളൂ. ഇപ്പോൾ ഹോൾഡ് ചെയ്യാത്തവർക്ക് ഇപ്പോൾ 10 മിനിറ്റ് ഹോൾഡ് ചെയ്ത് ഇറങ്ങുന്ന ആൾക്കാർക്ക് പിന്നെ ഒന്നും ചെയ്യാല്ലേ. അവർക്ക് ചെറിയ ലെസൽ ഉണ്ടാവും. 1 പോയിന്റ് 2 പോയിന്റ് അങ്ങനെ ലെസൽ വരുമായിരിക്കും. പിന്നെയാണ് ഞാൻ കൊടുത്തത് 85 എന്ന് പറഞ്ഞ ലെവൽ. 85 നമുക്ക് ആക്റ്റീവ് ആവുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതല്ല, ഇവിടെയാണ് ആക്റ്റീവ്. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ കൊടുത്തേക്കണത്. അപ്പോൾ അവിടെ നിന്ന് ക്യാൻഡിൽസ് ഒരു 50 പോയിന്റ് ഈസി ആയിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഈസി ടാർഗറ്റാണ്. 50 പോയിന്റ് ഈസി ആയിട്ട് അവിടെ പിയിൽ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ട്രേഡൊന്നും കൊടുത്തിട്ടില്ല. അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ 105 കൊടുത്തിട്ടുണ്ട്. അത് രാവിലെ കൊടുത്ത് തന്നെയാണ്. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്കെന്തായാലും 55 വന്നാണത്. അവിടെ നിന്ന് കൺസോൾട്ടേഷനാണ്. ഇതേപോലെ സെൻസസിലും കിട്ടിയിട്ടുണ്ട് എൻട്രി. അതിലും ഒരു 170 പോയിന്റ് വന്നിട്ടുണ്ട്. അത് എൻട്രി ആക്ടിവേറ്റ് ആയിട്ടല്ല. നമുക്ക് നിഫ്റ്റി ആക്ടിവേറ്റ് ആകുമ്പോൾ ആണെങ്കിൽ സെൻസസ് എടുത്തിട്ട് പ്രോഫിറ്റിക്ക് പോവാം. മനസ്സിലായില്ലേ? നിഫ്റ്റി ആക്ടിവേറ്റ് ആകുമ്പോൾ സെൻസസിൽ ട്രേഡ് എടുക്കുക. സെൻസസ് ആക്റ്റീവ് ആകുമ്പോൾ നിഫ്റ്റിയുടെ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ഇത്രയുള്ള ചിന്തിക്കാനുള്ളത്. അപ്പോൾ ടോട്ടൽ ഒരു 5-6 ട്രേഡാണ് ഇങ്ങനെ വന്നാണത്. അത്യാവശ്യം നല്ല പോയിന്റ്സൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കോഴ്സിലും വരണത്. നമുക്ക് എക്സാക്റ്റ് എൻട്രി പ്രൈസ് കിട്ടും. അതിൻ്റെ മുകളിൽ കണ്ടീഷൻ ആക്ടിവേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്യണം, റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ചെയ്യണം. അതിനുശേഷം എൻട്രി എടുക്കണം. 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് എല്ലാ ട്രേഡിനും യൂസ് ചെയ്യണത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്കൊരു വലിയ ടെൻഷൻസിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ട്രേഡ് എടുത്ത ശേഷം നമുക്കൊരു ടെൻഷൻസിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ട്രേഡ് എടുത്ത ശേഷം 10 മിനിറ്റ് കൊണ്ട് ഒരു പ്രോഫിറ്റ് തന്നെയുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ അടിക്കാം. കോസ്റ്റ് ഇടാം. അതൊക്കെ നിങ്ങളുടെ കയ്യിരിക്കുന്ന കാര്യമാണ്. എത്രയ്ക്കാണെങ്കിലും
SL അടിക്കുകയാണെങ്കിൽ 10 പോയിന്റ് പോകണം. ഫിക്സഡ് ആയിട്ടുള്ള SLകളാണ് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ദിവസം 10 പോയിന്റ് പോയി അടുത്ത ദിവസം 20 പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്കവറായി പ്രോഫിറ്റിലാവും. ഇത് നമ്മുടെ XAUSD ആണ്, ഫോറക്സ് ആണ്. അപ്പോൾ ഗോൾഡിൻ്റെ ട്രേഡാണെന്നാണ് കാണുന്നത്. ഇതിൽ നമ്മൾ ട്രെൻഡ് ലൈൻ ബേസ്ഡ് മാത്രം ട്രേഡിങ് സെറ്റപ്പാണ്. 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതും നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ട്രെൻഡ് ലൈൻ മാത്രം നോക്കിയിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് ട്രെൻഡ് ലൈൻ മാത്രം നോക്കിയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ട്രെൻഡ് ലൈൻ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ ഒരു ട്രെൻഡ് ലൈൻ മാത്രം നോക്കിയിട്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തത്. അപ്പോൾ അത്രയുള്ള കാര്യം. നമുക്ക് നോക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാൻ പറ്റണില്ല, നമുക്ക് ഇത്തിരി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് എടുക്കാം, പഠിക്കാം. എന്താണ് ചെയ്യണമെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. 30 മിനിറ്റാണ് യൂസ് ചെയ്യണത്, ട്രെൻഡ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടത്തിനുള്ള ട്രെൻഡ് ലൈനാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി പഠിക്കാൻ പറ്റില്ലെങ്കിൽ കോഴ്സ് എടുക്കുക, അത്രയുള്ള കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ സെറ്റപ്പിലും SL വരില്ല എന്നൊന്നും ഇല്ല കേട്ടോ. SLൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട്, ഇല്ലായിക്കൊന്നുമില്ല. പക്ഷെ അതിൻ്റെ മുകളിൽ നല്ലൊരു പ്രോഫിറ്റ് എപ്പോഴും കിട്ടും നിങ്ങൾക്ക്. ഇന്നലെ നാളെ എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് വരും. കണ്ടിന്യൂസ്ലി ഒരു മന്തിൽ ഒരു പ്രോഫിറ്റിലിരിക്കാൻ പറ്റും ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ ഗോൾഡിൽ മാത്രമല്ല സിൽവറിലും യൂസ് ചെയ്യുന്നുണ്ട്, കാണാണ്ടല്ലോ. US ഓയിലിനും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റാണെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് സിൽവറിലും ഗോൾഡിലൊക്കെ ട്രേഡ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലും യൂസ് ചെയ്യുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ഡെയിലി ചെയ്യണതാണ് കേട്ടോ. ക്രൂഡ് ഓയിൽ ഡെയിലി കൊടുക്കണതാണ്. അപ്പോൾ പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ ടെൻഷൻസ് ആവശ്യമില്ല. ക്രൂഡ് ഓയിലിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും ഇന്ത്യൻ മാർക്കറ്റ്. ക്രൂഡ് ഓയിലിൽ ഇപ്പോൾ US ഓയിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും ഈ ഒരു ഏരിയ കയറേണ്ടതുകൊണ്ട് തന്നെയാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. നമ്മൾ ലൈവ് സെക്ഷൻസ് തൽക്കാലം കോഴ്സിലേക്കാണ്, ലൈവ് ട്രേഡിംഗ് സെക്ഷൻസ്. പാർട്ടിസിപ്പേഷൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് മാസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുള്ളൂ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം ചെയ്യാൻ പറ്റി. പെയ്ഡാണ് കേട്ടോ. പെയ്ഡായിട്ട് 2 മാസം ചെയ്യാൻ പറ്റി. എല്ലാ ദിവസവും ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് ആൾക്കാരാണ് കയറണ്ടായിരുന്നില്ല. ചിലപ്പോൾ ജോലി പ്രശ്നങ്ങളായിരിക്കാം, സമയമില്ലായ്മ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊന്നും പ്രശ്നമില്ല. എല്ലാ ദിവസവും ആൾക്കാരില്ലാത്ത പ്രശ്നമില്ല, എല്ലാ ദിവസവും ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഇത്രയും ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. വൈകിട്ടാകുമ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ കുറച്ച് പരിപാടി ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫോക്കസ് ചെയ്യണം. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവില്ല. നമുക്ക് ഷോർട്സ് എപ്പോഴെങ്കിലും ഒരാഴ്ചയിൽ 1-2 ലോങ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പോവാം. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ബൈ സിബി, ഇതാണ് എൻ്റെ ID കേട്ടോ. ചിലർക്ക് അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യാം.